ട്രംപ് ഓരോ പ്രസ്താവനകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ സൂചനകൾ ഇരു വിഭാഗത്തിന്റെയും പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ട് ദിവസങ്ങളായി. അവിടെ ചുങ്കം ഏർപ്പെടുത്തുക എന്നതാണ് ഇറാന്റെ പരമാധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം. അതിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തുകയും അതിൽ നിന്ന് ആത്തേക്ക് ഫീസ് എന്ന നിലയിൽ ചുങ്കം പിരിക്കുകയും ചെയ്യുന്നതോടുകൂടി ഹോർമുസ് കടലിടുക്കിന് മേലെ ഇറാനുള്ള പരമാധികാരം സ്ഥാപിക്കപ്പെടും. ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര നാവിക ഇടനാഴിയാണ്. അപ്പൊ അവിടെ അന്താരാഷ്ട്ര നിയമങ്ങളാണ് ബാധകം. അതൊരു ഇന്റർനാഷണൽ ഷിപ്മെന്റ് വേ എന്ന നിലയ്ക്കാണ് നിലവിലുള്ളത്. അവിടെ ആ പ്രദേശം ഇറാന്റെ ഒരു സ്വകാര്യ പ്രദേശമായിട്ട് മാറും. എന്ന് വെച്ചാൽ സൂയസ് കനാൽ ദേശസാൽക്കരണം ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. 1956 ജമാൽ അബ്ദുൽ നാസർ ഈജിപ്തിന്റെ പ്രസിഡന്റായിരുന്ന അതിനോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് അന്ന് ഫ്രാൻസും ഇംഗ്ലണ്ടും ചേർന്ന് ഈജിപ്തിനെ ആക്രമിച്ചത്. ആ ആക്രമണത്തിലേക്ക് ഇസ്രായേലും ചേരുകയുണ്ടായി. അങ്ങനെയാണ് 1956 സംഘർഷമുണ്ടാകുന്നത്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരുമിച്ച് ഇടപെട്ടിട്ടാണ് ആ സംഘർഷം അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഹോർമുസ് കടലിലേക്ക് ദേശസാൽക്കരിക്കുന്നതിന്റെ ഒരു എഫക്റ്റാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചുങ്കം പിരിക്കുമ്പോൾ ഇറാൻ ചുങ്കം പിരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇത് അമേരിക്ക മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. കാരണം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന 20% ലോകത്തിലെ ക്രൂഡ് ഓയിൽ കടന്നു പോകുന്ന റൂട്ടാണത്. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ അടക്കമുള്ള ഓയിൽ റിച്ച് മൊണാർക്കീസ് അവർക്കെല്ലാം ഈ ഹോർമുസ് കടലിടുക്കിലൂടെ വേണം അവരുടെ ക്രൂഡ് ഓയിലും പ്രകൃതിവാതവും പുറത്തെത്തിക്കാൻ. അപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം ഇറാന് മേലെ ആശ്രിതത്വം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ അതിസമ്പന്നമായ ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായും ഇറാന്റെ ആശ്രിതത്വത്തിലേക്ക് കൂപ്പുകുത്തും. അപ്പൊ ഈ ദിശയിൽ കാര്യങ്ങൾ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാന്റെ ബ്രിഡ്ജസും അവരുടെ വലിയ പാലങ്ങളും അതുപോലെ എണ്ണ ശുദ്ധീകരണശാലകളും പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻസ്, അവരുടെ ഇലക്ട്രിസിറ്റി, മറ്റ് ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളെല്ലാം തകർത്ത് തവിടുപിടിയാക്കും എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതിന് സമയവും നിശ്ചയിച്ചിട്ടുണ്ട്. സമയം മാറ്റി നിശ്ചയിക്കുക എന്നുള്ളതാണ് സമീപകാലത്ത് ട്രംപിന്റെ ട്വീറ്റുകളുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇതും ചിലപ്പോൾ സമയം മാറ്റി നിശ്ചയിച്ചേക്കാം. ഏതായാലും ഇത് ഭാഗത്തു നിന്നും യാതൊരു അയവും ഉണ്ടാകുന്നില്ല സംഘർഷത്തിന്. മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. കുവൈറ്റിന്റെ ട്രേഡ് സെന്ററിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഓയിൽ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് വിഷയമായി. അപ്പോൾ ഗൾഫിലുള്ള അമേരിക്കൻ ലക്ഷ്യങ്ങളെയും ഇസ്രായേലിനെയും ഇറാൻ തുടർച്ചയായി ആക്രമിക്കുന്നു. അതുപോലെ ഇസ്രായേൽ ഇറാനിലുള്ള ബുഷ്വർ ആണവ നിലയമടക്കം ഹെവി ബോംബിങ്ങിന് വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുപക്ഷവും നിരന്തരമായ പ്രത്യാക്രമണങ്ങളിലൂടെ തന്നെയാണ് പോകുന്നത്. നിലവിൽ സംഘർഷം അവസാനിക്കുന്നതിന് യാതൊരു സൂചനയും നമുക്ക് ലഭ്യമാകുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.